നല്ല ചിന്ത. ഒരിടത്ത് ഒരു ജന്മി ഉണ്ടായിരുന്നു. അധികം വിളവ് ലഭിക്കാത്ത തൻ്റെ ഒരു എസ്റ്റേറ്റ് വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു കവിയായ തൻ്റെ സുഹൃത്തിനോട് പത്രത്തിൽ പരസ്യം ചെയ്യാൻ ഒരു മാറ്റർ തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് തന്നെ കവി സുഹൃത്ത് പരസ്യവാചകം എഴുതി നൽകി. അത് ഇങ്ങനെയായിരുന്നു: വിൽപ്പനയ്ക്ക്. കിളികളുടെ സംഗീതം കൊണ്ട് ശബ്ദമുഖരിതമായ പ്രഭാതം സമ്മാനിക്കുന്ന ഉദയസൂര്യൻ്റെ മൃദുകിരണങ്ങൾ പതിക്കുന്ന അരുവിയുടെ കളകളാരവം മുഴങ്ങുന്ന തണലേറ്റുകിടക്കുന്ന സ്ഥലം വിൽപ്പനയ്ക്ക്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ജന്മിയും കവിയും കണ്ടുമുട്ടി. സംഭാഷണമധ്യേ കവി ആ സ്ഥലം വിൽപ്പന ചെയ്തോ എന്നന്വേഷിച്ചു. ജന്മി മറുപടി പറഞ്ഞു: ഞാൻ ആ സ്ഥലം വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. താങ്കൾ എഴുതിയ ആ പരസ്യവാചകം എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഇത്രയധികം സവിശേഷതകളുള്ള ഒരു സ്ഥലം ഞാൻ എന്തിനാണ് വിറ്റ് കളയുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നിധിയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ വൈകിപ്പോയി. മനുഷ്യബന്ധങ്ങളുടെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ്. നഷ്ടപ്പെടുമ്പോഴാണ് പല വ്യക്തികളുടെയും സൗഹൃദങ്ങളുടെയും സാധനങ്ങളുടെയും ഒക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തികളെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. മറ്റുള്ളവരുടെ കുറവുകളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ആദ്യം എത്തുക. രണ്ടുപേർ തമ്മിൽ വഴക്കിടുമ്പോൾ അവർ മുൻപ് ചെയ്ത ചീത്ത കാര്യങ്ങൾ മാത്രമാണ് പരസ്പരം വിളിച്ചു പറയുക. അതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾ മനസ്സിൽ വരികയേ ഇല്ല. നമ്മിൽ പലരും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളെ നോക്കി നെടുവീർപ്പിടാറുണ്ട്. അപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ചോ അനുഗ്രഹങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ നാം മെനക്കെടാറില്ല. നമ്മുടെ മൂല്യം എന്താണെന്ന് നാം തിരിച്ചറിയാറില്ല. കാരണം നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. നമ്മിലും നമുക്ക് ചുറ്റുമുള്ളവരിലുമുള്ള നന്മകളെ തിരിച്ചറിയാൻ നമ്മുടെ അകക്കണ്ണുകളെ നാം തുറന്നു വയ്ക്കണം. ഓരോ വ്യക്തിയെയും അടുത്തറിയുമ്പോഴാണ് അവരിൽ കുറവുകൾ മാത്രമല്ല നല്ല വശങ്ങളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമല്ല അവരിലെ നിറവുകളെ കൂടി തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. ശൂന്യമായ കുന്നുകളിൽ നിന്ന് ഒരു സ്വരം ഉയരുന്നു. ഇസ്രായേൽ മക്കളുടെ വിലാപത്തിൻ്റെയും യാചനയുടെയും സ്വരം. അവർ അബദ്ധസഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു. അവിശ്വസ്തരായ മക്കളെ, തിരിച്ചു വരുവിൻ. ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഇതാ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കുന്നുകളും അവിടെ നടന്ന മതിരോത്സവവും വ്യാമോഹമായിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് മാത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ.